ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ച തോമസ് എഡിസൺ പറഞ്ഞതത്രേ, ഐ ആം നോട്ട് ഡിസ്കറേജ്ഡ് ബിക്കോസ് എവറി റോങ് അറ്റംപ്റ്റ് ഡിസ്കാർഡഡ് ഈസ് അനദർ സ്റ്റെപ്പ് ഫോർവേഡ്. ഞാൻ നിരുത്സാഹപ്പെടുന്നില്ല, കാരണം നിരസിക്കപ്പെട്ട ഓരോ തെറ്റായ ശ്രമവും മറ്റൊരു മുന്നേറ്റമാണ്. തോമസ് എഡിസൺ തന്റെ 21-ാമത്തെ വയസ്സിൽ ന്യൂ ജേഴ്സിയിലുള്ള മെൻലോ പാർക്കിൽ ഒരു ലബോറട്ടറി സ്ഥാപിച്ചു. കണ്ടുപിടുത്തങ്ങളുടെ ശ്രമം ആരംഭിച്ചു. 40 വ്യത്യസ്ത പ്രോജക്റ്റുകളിലായി പ്രവർത്തനം തുടങ്ങി. എന്നാൽ തുടക്കത്തിൽ തനിക്ക് വിജയം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ലജ്ജാകരമായ പല പരാജയങ്ങൾ ഉണ്ടായിട്ടും കണ്ടുപിടുത്തങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. പലപ്പോഴും താൻ പരിഹസിക്കപ്പെട്ടു എങ്കിലും 1879 ഇൻകാൻഡസന്റ് ലൈറ്റ് ബൾബ് അഥവാ കത്തുന്ന ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഏകദേശം 10,000 പരീക്ഷണങ്ങളിൽ താൻ ഏർപ്പെട്ടു. തോമസ് എഡിസൺ ഒടുവിൽ പറഞ്ഞതത്രേ, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഐ ഹാവ് ഫൗണ്ട് 10,000 ways that don't work. ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, പ്രവർത്തിക്കാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തുകയായിരുന്നു. തോൽവികൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. എന്നാൽ നമുക്ക് സംഭവിക്കുന്ന തോൽവികൾ എന്നേക്കുമായുള്ള തോൽവിയല്ല. കാരണം തോൽക്കുവാനല്ല, ജയിക്കുവാനത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നെഹമ്യാവ് പറഞ്ഞതത്രേ, ദ ഗോഡ് ഓഫ് ഹെവൻ വിൽ ഗീവ് us സക്സസ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ജയം തരും. തോൽവികൾ സംഭവിക്കാതിരിപ്പാൻ സൂക്ഷിക്കുക. എന്നാൽ അതേസമയം സംഭവിക്കുന്ന തോൽവികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തുവാനും വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാനും ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുവാനും പരിശ്രമിക്കുക. ദൈവകൃപയിൽ ആശ്രയിച്ചിട്ടുള്ള ഓരോ പരിശ്രമങ്ങളും സർവപ്രധാനമാണ്. തുടക്കത്തിൽ പരമമായ പലതും കണ്ടെന്ന് വരികയില്ല. അവിടെ നാം നിരുത്സാഹപ്പെട്ടു പോകരുത്. ദൈവാശ്രയം, സ്ഥിരോത്സാഹം എന്നിവയുണ്ടെങ്കിൽ വിജയം എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് നടത്തണമെന്ന് നമ്മുടെ ദൈവമാണ് നിശ്ചയിക്കുന്നത്. നമുക്കെതിരായി സൻബലത്തും തോബിയാവും ഗേശമും ഒക്കെ പരിഹസിച്ച് നിന്ദിക്കട്ടെ. നെഹമ്യാവ് പറഞ്ഞതുപോലെ നമുക്കും ഇന്ന് ഇങ്ങനെ പറയാം, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. The God of heaven will give us success. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ജയം തരും. Have a blessed day.